ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ നോബഡി എന്ന മൂവിയുടെ സ്റ്റോറിയാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനെ കാണിക്കുന്നു. നായകൻ കയ്യിൽ തോക്കുമായി ബാങ്കിലേക്ക് പോവുകയാണ്. എന്തിനാണ് തോക്കുമായി പോകുന്നത് എന്നൊന്നും വ്യക്തമല്ല. എന്നാൽ ഇയാൾ ബാങ്കിൽ കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ 3-4 പേർ ബാങ്ക് കൊള്ളയടിക്കാം എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ബാങ്കിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് സിനിമയിൽ കാണിക്കുന്നില്ല. പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ നായകനെയും ബന്ദിയാക്കി പിടിച്ച് ഉള്ളിലെ പണവും കവർന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഒരു പോലീസ് വാഹനം അങ്ങോട്ട് വരുന്നു. 2 കോൺസ്റ്റബിൾമാർ ഒന്നിച്ച് തോക്കുമായി ഇവരെ പിടികൂടാൻ നോക്കുമ്പോൾ, ഞങ്ങൾ നിങ്ങളുടെ നായകനെയാണ് ബന്ദിയാക്കി പിടിച്ചിരിക്കുന്നത്, നിങ്ങൾ തോക്ക് താഴെയിട്ടില്ലെങ്കിൽ ഇവനെ വെടിവെച്ചു കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ പോലീസുകാരെ കൊണ്ട് തോക്ക് താഴെയിടിപ്പിക്കുകയും അവരുടെ വാഹനം പഞ്ചറാക്കുകയും ചെയ്ത് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഈ സമയത്ത് ബാങ്കിലെ രംഗം കാണിക്കുന്നു. ബാങ്കിൽ എസ്.പിയും സംഘവും എത്തിച്ചേർന്നു. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് ഈ കള്ളന്മാരെ പിടികൂടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ 2 കോൺസ്റ്റബിൾമാരും ചേർന്ന് ആ കള്ളന്മാരെ പിടികൂടാൻ ശ്രമിച്ചിരുന്നു എന്നറിയുന്നു. ഇവരെ വിളിച്ചു സംസാരിക്കുമ്പോൾ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സർ, ഒരു സാധാരണക്കാരനെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ വേറെ വഴിയില്ലാതെയാണ് വിട്ടുകൊടുത്തത് എന്ന് കോൺസ്റ്റബിൾമാർ പറയുന്നു. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞ് എസ്.പി അവരെ വഴക്ക് പറയുന്നു. ഈ സമയത്ത് ആ കള്ളന്മാർ നായകനെയും കൊണ്ട് പോകുമ്പോൾ നായകൻ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കള്ളന്മാർ മുഖം മൂടിയിട്ടെങ്കിലും കാറിൽ പോകുമ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങളും ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്നും നായകൻ കൃത്യമായി നിരീക്ഷിക്കുന്നു. ഇപ്പോൾ കാട്ടിനുള്ളിൽ എത്തിയ ശേഷം ഇവർ വന്ന വാഹനം കത്തിച്ചു കളഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കാറിൽ രക്ഷപ്പെടുന്നു. നായകൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴേക്കും ഹൈവേയിലെ നട റോഡിൽ മുഖം മൂടി കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ നായകനെ കാറിൽ നിന്ന് ഇറക്കിവിട്ട് ഇവർ പോകുന്നു. ഇങ്ങനെ ഇറക്കിവിട്ട് ഇവർ പോകുമ്പോൾ നായകന് പിന്നിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇയാളെ നോക്കുന്നുണ്ട്. നായകൻ രക്ഷപ്പെടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ അവന്റെ നെയിം ബാഡ്ജ് കാണാതാകുന്നു. അവൻ ഏതോ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. ആ നെയിം ബാഡ്ജ് കാണാനില്ലാത്തത് കൊണ്ട് അത് നായകന്റെ കയ്യിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും നായകനെ കൊന്നുകളയാം എന്നു കരുതി വൺവേ ആയ ആ റോഡിൽ ഇവർ എതിർ ദിശയിലേക്ക് തിരികെ വരുന്നു. ആ സമയം നായകൻ വലിയൊരു ഹൈവേയുടെ നടുവിലാണ് നിൽക്കുന്നത്. ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നുമുണ്ട്. മുഖം മൂടിയിരിക്കുന്നു, കൈകൾ കെട്ടിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഏത് വശത്തേക്ക് പോയാലും വാഹനം ഇടിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ശാന്തനായി അവിടെ തന്നെ നിൽക്കാം എന്ന് കരുതി ഇയാൾ നിൽക്കുന്നു. ഇയാളുടെ കയ്യിലാണ് ആ നെയിം ബാഡ്ജ് ഉള്ളത്. ഇപ്പോൾ ഇവർ എതിർദിശയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നായകനെ പിന്നിൽ നിന്ന് ഇടിക്കാതിരിക്കാൻ ഒരു ലോറിയും ബസ്സും നായകനെ കണ്ട് വശത്തേക്ക് മാറ്റിയെടുക്കുന്നു. ആ സമയത്ത് ഈ കാർ വരുമ്പോൾ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ആ കാർ വായുവിൽ ഉയർന്ന് താഴേക്ക് വീഴുന്നു. കാറിലുണ്ടായിരുന്ന 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഇവിടെ വെച്ചാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ കാണിച്ച് സിനിമ ആരംഭിക്കുന്നത്. അപകടം നടന്നതിന് ശേഷം ഭാഗ്യവശാൽ നായകന് ഒന്നും സംഭവിച്ചില്ല. നായകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആ കള്ളന്മാരാണ് നായകനെ ക്രൂരമായി മർദ്ദിച്ചത്. മുഖമെല്ലാം ചതഞ്ഞു പോയിട്ടുണ്ട്. കള്ളന്മാരിൽ നിന്ന് നായകനെ രക്ഷിക്കാൻ ശ്രമിച്ച് തോറ്റുനിന്ന ആ 2 പോലീസുകാരെ കാണിക്കുക. അതിലൊരു പോലീസുകാരന്റെ പേര് അനസ് എന്നാണ്. ഇയാളെ നന്നായി ഓർമ്മയിൽ വെക്കുക. ഇവനെ കണ്ട ഉടൻ നമ്മുടെ നായകൻ ആ നെയിം ബാഡ്ജ് എടുത്തെറിയുന്നു. ആ കള്ളന്മാരിൽ ഒരാളുടെ പേര് പീറ്റർ എന്നാണെന്ന് ആ നെയിം ബാഡ്ജിൽ നിന്ന് മനസ്സിലാകുന്നു. ഇങ്ങനെയൊരു നെയിം ബാഡ്ജ് കിട്ടി എന്ന കാര്യം എസ്.പിയെ വിളിച്ച് പറയാമെന്ന് കരുതി 2 പോലീസുകാരും പുറത്തേക്ക് പോകുമ്പോൾ അനസ് മാത്രം നായകനെ ഒരുമാതിരി ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടു പോകുന്നു. ഇപ്പോൾ അപകടത്തിൽ മരിച്ച 3 മൃതദേഹങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ആ 3 മൃതദേഹങ്ങളും പോയി നോക്കിയിട്ട് അനസ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ 3 പേരും മരിച്ചു എന്നറിയുന്നു. ഇയാൾ മൃതദേഹത്തോടൊപ്പം പോകുന്നത് പോലെ പോയിട്ട് അതിലൊരാളുടെ പോക്കറ്റിൽ എന്തോ ഇരിക്കുന്നത് കാണുന്നു. അത് എന്താണെന്ന് വ്യക്തമല്ല. എങ്കിലും ആരും കാണാതെ ഇയാൾ അത് കൈക്കലാക്കുന്നു. ഇപ്പോൾ എസ്.പി സ്ഥലത്തെത്തി നായകനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഉള്ളിൽ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാം പറയൂ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി നായകന്റെ ഭാര്യ വരുന്നു. എന്തായി, കുഴപ്പമൊന്നുമില്ലല്ലോ, പോകാം എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ പോലീസിന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, സംസാരിച്ചിട്ട് വരാം എന്ന് നായകൻ പറയുന്നു. അവരും പുറത്തുപോയി കാത്തിരിക്കുന്നു. പോലീസ് എന്താണ് ചോദിച്ചതെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. എസ്.പി പുറത്തു വന്ന് 3 പേർ ചേർന്നാണ് ബാങ്ക് കൊള്ളയടിച്ചതെന്നും പണം കണ്ടെത്താൻ സാധിച്ചില്ലെന്നും പറയുന്നു. കൂടാതെ ഒരു ദൃക്സാക്ഷിയും ഉണ്ടെന്നും കേസ് പൂർത്തിയാകുമ്പോൾ ബാക്കി വിവരങ്ങൾ പറയാമെന്നും വ്യക്തമാക്കുന്നു. ഇപ്പോൾ നായകനും ഭാര്യയും വീട്ടിലേക്ക് പോവുകയാണ്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ, എന്നോട് ക്ഷമിക്കണം, നിന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ചതിന്. സത്യത്തിൽ ഇന്ന് എനിക്ക് ജോലിക്ക് പോകാൻ തോന്നിയില്ല, അതുകൊണ്ട് ബാങ്ക് കൊള്ളയടിക്കാം എന്ന് കരുതി തോക്കുമായി പോയതാണ്. അവിടെയാണ് ഈ സംഭവം നടന്നത് എന്ന് നായകൻ പറയുന്നു. ഭാര്യ ഇത് വിശ്വസിച്ചോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. ഇവർ തമ്മിൽ ശരിക്ക് സംസാരിക്കുന്നു പോലുമില്ല. ഇവർക്കിടയിൽ നല്ലൊരു ആശയവിനിമയം പോലുമില്ല എന്നാണ് കാണിക്കുന്നത്. വീട്ടിലെത്തിയാൽ നായകന് 2 പെൺകുട്ടികളുണ്ട്. അതിൽ ചെറിയ മകൾക്ക് അച്ഛനെ ഒത്തിരി ഇഷ്ടമാണ്. നായകൻ ഒരു മുറിയിലും 2 പെൺകുട്ടികളും അമ്മയും മറ്റൊരു മുറിയിലുമാണ് ഉറങ്ങുന്നത്. അതായത് വേറിട്ടാണ് ജീവിക്കുന്നത്. രാത്രി എല്ലാവരും ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ആ ചെറിയ മകൾ മാത്രം, അമ്മ, എന്റെ പാവയെ കാണാനില്ല, ഞാൻ പുറത്തുപോയി തിരഞ്ഞിട്ട് വരാം എന്ന് പുറത്തു വരുന്നു. അവൾ അച്ഛനോട് വന്ന്, എന്താ അച്ഛാ, അമ്മയോട് വഴക്കിടാൻ പോയോ, മുറിയൊക്കെ പറ്റിയോ എന്ന് ചോദിച്ച് മരുന്ന് പുരട്ടി കൊടുക്കുമ്പോൾ, അതേ മോളെ, ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് നായകൻ കഥ പറയാൻ തുടങ്ങുന്നു. ഒരു അമ്മ മുയലും അച്ഛൻ മുയലും വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ഇതിൽ അമ്മ മുയലിനെ വേറൊരു ആമയെ ഇഷ്ടപ്പെടുന്നു. ആ ആമയോട് അച്ഛൻ മുയൽ വഴക്കിടാൻ പോകാതെ സംസാരിച്ചു നോക്കാം എന്ന് കരുതി പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലാഷ് ബാക്ക്
കാണിക്കുന്നു. നായകൻ തന്റെ കഥ തന്നെയാണ് ഒരു മുയലിന്റെയും ആമയുടെയും കഥയായി മകളോട് പറയുന്നത്. നമ്മുടെ നായകൻ ബാങ്ക് കൊള്ളയടിക്കാമെന്ന് പറഞ്ഞു പോയത് കൊള്ളയടിക്കാനല്ല, തോക്കുമായി ബാങ്ക് മാനേജറെ ഭീഷണിപ്പെടുത്താനാണ്. ബാങ്ക് മാനേജറും ഭാര്യയും തമ്മിൽ രഹസ്യബന്ധമുണ്ട്. ഇയാൾ ഇരുന്നു കൊണ്ട് ഗൗരവമായി ആലോചിക്കുന്നു. ശരി, പോയി സംസാരിച്ചു നോക്കാം എന്ന് കരുതി എഴുന്നേൽക്കുമ്പോഴാണ് കൃത്യമായി ആ കൊള്ളസംഘം എത്തിയത്. എല്ലാവരെയും ബന്ദികളാക്കി മിണ്ടാതെ കിടക്കൂ എന്ന് പറഞ്ഞ് കിടത്തിയിട്ട് പണം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരു ചെറിയ ബട്ടൺ ഫോൺ ഉണ്ട്, ഞാൻ പോലീസിനെ വിളിച്ചു നോക്കട്ടെ എന്ന് ചോദിച്ച് അവർ പോലീസിനെ ഡയൽ ചെയ്യുന്നു. ആ റിംഗ് പോകുന്ന ശബ്ദം ബാങ്ക് മുഴുവൻ നിശബ്ദമായിരുന്നപ്പോൾ കള്ളന്മാർക്ക് നന്നായി കേൾക്കാം. ഇത് കേട്ട് ഒരു കള്ളൻ ഓടി വരാൻ നോക്കുമ്പോൾ ആ മുത്തശ്ശി സമർത്ഥമായി ഫോൺ നായകന്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ആരാടാ നീ, എന്തിനാടാ പോലീസിനെ വിളിക്കുന്നത് എന്ന് ചോദിച്ച് ഫോൺ പിടിച്ചെടുത്ത് നായകനെ എഴുന്നേൽപ്പിക്കുമ്പോൾ നായകൻ തോക്കുമായാണ് വന്നിരിക്കുന്നത്. നീ എന്താടാ തോക്കുമായി വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് നായകനെ ബന്ദിയാക്കി വെച്ച് ഇവർ പണമെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഈ കാര്യം നായകൻ ഒരു കഥ പോലെ പറഞ്ഞു തീർക്കുമ്പോഴേക്കും ചെറിയ മകൾ ഉറങ്ങിപ്പോയിരുന്നു. അവളെ കിടത്തിയിട്ട് നായകൻ തിരികെ വരുന്നു. അടുത്ത ദിവസം ചോദ്യം ചെയ്യാനായി നായകനോട് SP ഓഫീസിലേക്ക് വരാൻ പോലീസ് ആവശ്യപ്പെടുന്നു. അവിടെ പോയി കാത്തിരുന്നിട്ടും ചോദ്യം ചെയ്യുന്നില്ല. കാത്തിരിക്കൂ എന്ന് മാത്രം പറയുന്നു. അന്ന് സമയമേറെ ആയപ്പോൾ നായകൻ തിരികെ പോയി. ഇതുപോലെ ദിവസവും രാവിലെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. നായകൻ പോയി ഇരിക്കുന്നു, എന്നാൽ ചോദ്യം ചെയ്യാതെ തിരിച്ചയക്കുന്നു. ഇതൊരു പതിവായപ്പോൾ നായകന് ദേഷ്യം വന്നു. അടുത്തതായി ആ കോൺസ്റ്റബിളിനെ കാണിക്കുന്നു. ഇയാൾ ജോലി ശരിക്ക് ചെയ്തില്ല, നായകനെ രക്ഷിച്ചില്ല, ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ് ഇയാളെ സസ്പെൻഡ് ചെയ്ത് ഇയാൾ തന്റെ പോലീസ് സുഹൃത്തുക്കളുടെ അടുത്ത് പോയി തീർച്ചയായും അവന്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അവനെ ഫോളോ ചെയ്യൂ, അവനെ ഫോളോ ചെയ്താൽ പണം കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്നു. അങ്ങനെ 4 പേർ നായകനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ഈ കാര്യം നായകൻ മനസ്സിലാക്കുന്നു. നായകൻ എവിടെ പോയാലും ഇവർ പിന്തുടരുന്നു. ഓഫീസിൽ പോയാലും കടയിൽ പോയാലും പിന്തുടരുന്നു. ഇത് കണ്ട നായകൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റിലുള്ള ചായക്കടയിൽ ഇരുന്ന് ഈ 4 പോലീസുകാർ ചായ കുടിക്കുന്നത് കാണുന്നു. നായകൻ അവർക്ക് പണം നൽകാൻ പോകുമ്പോൾ എന്റെ കാശ് നീ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ച് അവർ വഴക്കിന് വരുന്നു. 4 ദിവസവും നിങ്ങളും കഷ്ടപ്പെട്ട് എന്നെ ഫോളോ ചെയ്യുകയല്ലേ, അറ്റ്ലീസ്റ്റ് ഞാൻ 4 ചായയുടെ കാശ് തരട്ടെ എന്ന് നായകൻ പറയുമ്പോൾ നിനക്ക് അത്രയ്ക്ക് ധിക്കാരമായോ എന്ന് ചോദിച്ച് അവർ ഇയാളെ പിടിച്ച് SP മുന്നിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. അപ്പോൾ നായകൻ പറയുന്നു, സർ, ഞാൻ അന്നേ പറയാൻ വന്നതാണ് എന്താണ് സംഭവിച്ചതെന്ന്. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാതെ തിരിച്ചയച്ചു. അതിനുശേഷം 4 പോലീസുകാരെ ഫോളോ ചെയ്യാൻ വിട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ സത്യം പറയാൻ വന്നതല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ SP പറയുന്നു, ഇവിടെ നോക്കൂ, നീ തീർച്ചയായും ആ ബാങ്കിൽ പണം നിക്ഷേപിക്കാനോ പിൻവലിക്കാനോ പോയതല്ല. കാരണം ആ ബാങ്കിൽ നിനക്ക് അക്കൗണ്ടേ ഇല്ല. ഇതുകൂടാതെ നീ ബാങ്കിനുള്ളിൽ പോയി ഒരുപാട് സമയം വെറുതെ ഇരുന്നിട്ടുണ്ട്. അവിടെയുള്ള ജീവനക്കാർ വന്ന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരാൾക്കായി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പരിഭ്രമത്തോടെ ഇരിക്കുകയായിരുന്നു. കൂടാതെ ആ കള്ളൻ നിന്നെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നിന്റെ പോക്കറ്റിൽ നിന്ന് തോക്ക് താഴെ വീണിരുന്നു. അത് ആ മുത്തശ്ശി കണ്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് നീയും ആ കൊള്ളക്കാരുടെ സംഘത്തിലെ ആളാണെന്നാണ്. നീ പ്ലാൻ ചെയ്ത് ഉള്ളിൽ കയറി കാര്യങ്ങളൊക്കെ ഓക്കെയാണെന്ന് വിവരം നൽകി അതിനുശേഷമാണ് കള്ളന്മാർ കയറി പണം കവർന്നതും നിന്നെ കൂടി കൊണ്ടുപോയതും. ഇതൊന്നും നിനക്ക് മറച്ചുവെക്കാൻ കഴിയില്ല, സത്യം പറയൂ എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ നായകൻ പറയുന്നു, അയ്യോ സർ, സത്യമായും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ പോയതിന്റെ കാരണം വേറെയാണ് എന്ന് പറയുന്നു. എന്നാൽ ആ കാരണം എന്താണെന്ന് നായകൻ വ്യക്തമാക്കുന്നുമില്ല. ഇതിനിടയിൽ നായകന്റെ ഭാര്യയെയും വിളിപ്പിക്കുന്നു. അവർ വരുന്നു. രാവിലെ മുതൽ രാത്രി വരെ അവർ കാത്തിരിക്കുന്നു. അതിനുശേഷം അവർ തന്നെ SP പറയുന്നു, കേൾക്കൂ സർ, ആ ബാങ്കിലെ മാനേജറും ഞാനും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. ഞങ്ങൾ രഹസ്യബന്ധത്തിലാണ്. ഒരു പക്ഷേ അയാളെ കാണാനായിരിക്കും എന്റെ ഭർത്താവ് പോയത്. എന്റെ പേര് ചീത്തയാകാതിരിക്കാനായിരിക്കും അദ്ദേഹം ഇത് പറയാതിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ശരി, ആ ആളുടെ നമ്പർ തരാം, വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചോളൂ എന്ന് പറയുന്നു. പോലീസ് ആ നമ്പറിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുന്നത് കള്ളമാണ്, എനിക്ക് ആ സ്ത്രീയെ അറിയില്ല എന്ന് അയാൾ പറയുന്നു. ഇത് SP നായികയോട് പറയുമ്പോൾ അവർക്ക് വിഷമമാകുന്നു. ശരി സാർ, കുഴപ്പമില്ല, എനിക്ക് 2 ചെറിയ കുട്ടികളുണ്ട്, അവർ വീട്ടിൽ തനിച്ചാണ്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോൾ നിൽക്കൂ മാഡം, ഭർത്താവിനെയും കൂടെ കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞ് പോലീസ് അവരെ വിടുന്നു. ഇവർ 2 പേരും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും ചേർന്ന് നായകനാണ് 4ാമത്തെ കുറ്റവാളി, നായകനാണ് 4ാമത്തെ കള്ളൻ എന്ന് ചിത്രീകരിക്കുന്നു. യൂട്യൂബ് ചാനലുകളിലെല്ലാം നായകനാണ് പ്രധാന കുറ്റവാളി എന്ന് സംസാരിക്കുന്നു. കൂടാതെ നായകൻ ഒരു സർക്കാർ ജീവനക്കാരനാണ്. ഇയാൾക്ക് എങ്ങനെ ഇത്രയും വലിയ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ സാധിച്ചു? നായകൻ തീർച്ചയായും ഇത്തരത്തിൽ പണം തട്ടിയാണ് ഇത് വാങ്ങിയത് എന്നൊക്കെ ആരോപിക്കുന്നു. ഈ സമയത്ത് പോലീസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മരിച്ച 3 കള്ളന്മാരുടെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും പണം എവിടെ പോയി എന്ന് വ്യക്തമല്ല. എവിടെ തിരഞ്ഞിട്ടും പണം കിട്ടിയില്ല. ഈ വഴിക്കാണ് കാർ പോയത്, ഇവിടെയാണ് അപകടം നടന്നത്, അതിനാൽ ഇവിടെ എവിടെയോ പണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മാപ്പ് പുറത്തുവിടുന്നു. ഇതോടെ നാട്ടുകാർ എല്ലാവരും ചേർന്ന് ആ സ്ഥലത്ത് പോയി പണത്തിനായി തിരച്ചിൽ ആരംഭിക്കുന്നു. ഇപ്പോൾ ഒരു സെക്യൂരിറ്റിയെ കാണിക്കുന്നു. ഇയാൾ നേരത്തെ തന്നെ പണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. കാര്യം അറിഞ്ഞ ഉടൻ ഇയാൾ അവിടെ പോയി രാപ്പകലില്ലാതെ തിരച്ചിൽ നടത്തുന്നു. ഇപ്പോൾ രംഗം മാറുന്നു. നായകൻ ഓഫീസിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച കള്ളന്മാരിൽ ഒരാളുടെ മാമ വന്ന് നായകനോട് ചോദിക്കുന്നു, അവൻ അന്യായമായി മരിച്ചുപോയി, ഇതിനിറങ്ങുമ്പോൾ അവനും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, നീ സുഖമായി ആ പണം വെച്ച് ജീവിക്കാൻ പോവുകയല്ലേ, മര്യാദക്ക് ആ പണത്തിൽ ഒരു പങ്ക് താ, എനിക്ക് ഭ്രാന്താണോ, ഞാൻ എന്തിനാണ് ബാങ്ക് കൊള്ളയടിക്കുന്നത്, ആദ്യം ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് നായകൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് വരുന്നു.
പുറത്തു വരുമ്പോൾ ആ കോൺസ്റ്റബിൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദേ നോക്കൂ, ഞാൻ ജോലി ശരിക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി. നീയും ഞാനും ചേർന്ന് ഈ കേസ് അവസാനിപ്പിച്ചാൽ എന്താ? ആ പണം കണ്ടെത്തിയാൽ എന്താ? കാരണം ഈ സംഭവത്തിൽ ഞാനും ഇരയാണ്, നീയും ഇരയാണ്. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് കോൺസ്റ്റബിൾ ചോദിക്കുന്നു. ഞാൻ എന്തിനു തന്നോടൊപ്പം പ്രവർത്തിക്കണം? ഇത് ഞങ്ങളുടെ ജോലിയല്ലേ? താൻ തന്നെ തിരഞ്ഞോ എന്ന് നായകൻ പറയുന്നു. എന്നാൽ അയാൾ വിടാതെ പിന്തുടർന്ന് ചോദിച്ചപ്പോൾ ശരി, ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ബാഗിൽ നിന്നിറങ്ങുന്നു. കോൺസ്റ്റബിളാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ നായകൻ അന്നത്തെ പോലെ പിന്നിലിരുന്ന് കണ്ണടച്ച് കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. അന്ന് ശ്രദ്ധിച്ച കാര്യങ്ങളെല്ലാം ഓരോന്നായി മനസ്സിൽ കൊണ്ടുവരുന്നു. ഒരു അമ്പലം കഴിഞ്ഞ ഉടൻ ആ കള്ളന്മാർ സംസാരിച്ചു തോർക്കുന്നു. ഇതൊരു ബ്ലൈൻഡ് സ്പോട്ടാണ്, ഇവിടെ വെച്ചാൽ ശരിയാകും എന്നൊക്കെ ഒരു കോഡ് ഭാഷയിൽ അവർ സംസാരിച്ചത് നായകന് വ്യക്തമായി ഓർമ്മ വരുന്നു. ഇവിടെ വണ്ടി നിർത്തൂ എന്ന് നായകൻ പറയുമ്പോൾ എന്താ കാര്യം, എല്ലാം കണ്ടുപിടിച്ചോ, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കോൺസ്റ്റബിൾ ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല, ആലോചിച്ച് എനിക്ക് തലവേദന എടുക്കുന്നു, നാളെ നോക്കാം എന്ന് പറഞ്ഞ് നായകൻ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ വീടിനുള്ളിൽ നിന്ന് ആരോ രണ്ടുപേർ, ഒരു പെണ്ണും സെക്യൂരിറ്റിയെ പോലെയുള്ള ഒരാളും പുറത്തേക്ക് വരുന്നത് കാണുന്നു. ആരാണ് നിങ്ങൾ? എന്തിനാണ് വീട്ടിനുള്ളിൽ കയറിയത് എന്ന് നായകൻ ചോദിക്കുമ്പോഴേക്കും അവർ റോഡ് ലിഫ്റ്റിൽ കയറുന്നു. നായകൻ അവരെ പിടികൂടുന്നു. എന്നാൽ അവർ രണ്ടുപേരും ചേർന്ന് നായകനെ ക്രൂരമായി മർദ്ദിക്കുന്നു. നായകനും എതിർത്ത് പോരാടുന്നുണ്ടെങ്കിലും അവർ രക്ഷപ്പെടുന്നു. ഇപ്പോൾ ലിഫ്റ്റിലെ ക്യാമറ ദൃശ്യങ്ങൾ കണ്ട് അവിടുത്തെ അസോസിയേഷനും താമസക്കാരും ചേർന്ന് ഭാര്യയോട് പരാതിപ്പെടുന്നു. നിങ്ങളുടെ ഭർത്താവ് കാരണം ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നു, ഇതിനെല്ലാം കാരണം നിങ്ങളാണ്. അപ്പോൾ ഭാര്യ ദേഷ്യപ്പെട്ട് പറയുന്നു, ഇത്രയും വലിയ അപ്പാർട്ട്മെന്റിൽ സെക്യൂരിറ്റിയെ മറികടന്ന് മൂന്നാമതൊരാൾ വീടിനുള്ളിൽ കയറി പൂട്ട് തകർക്കുന്നുവെങ്കിൽ ഈ അപ്പാർട്ട്മെന്റ് സുരക്ഷിതമല്ല. നിങ്ങൾ ആദ്യം പോയി സെക്യൂരിറ്റിയെ ശരിയാക്കൂ, അതിനുശേഷം എന്റെ ഭർത്താവിനെ കുറ്റം പറയാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വരുന്നു. വീട്ടിലെത്തി നായകന് മുറി കാണിച്ചു കൊടുക്കുന്നു. വന്നവർ മുറി മുഴുവൻ അലങ്കോലമാക്കിയിട്ടിരിക്കുകയായിരുന്നു. കണ്ടോ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന്, ഇതിന് നീ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നായകൻ മിണ്ടാതിരിക്കുന്നു. അവനെ പുറത്താക്കുന്നു. പുറത്തു വരുമ്പോൾ യഥാർത്ഥ സെക്യൂരിറ്റിയെ കാണിക്കുന്നു. ഇയാൾക്കാണ് പണത്തിന് ബുദ്ധിമുട്ടുള്ളത്. ഇയാൾ ഒരു ആശാരിയെ കൂട്ടിക്കൊണ്ടുവന്ന് തകർത്ത പ്രധാന വാതിൽ നന്നാക്കി നൽകുന്നു. ലോക്കൊക്കെ വാങ്ങി വരൂ എന്ന് പറയുമ്പോൾ അത് വാങ്ങാനായി നായകൻ കടയിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ അബദ്ധത്തിൽ കാർ ഒരു ഓട്ടോയിൽ ഇടിക്കുന്നു. ചെറിയൊരു അപകടമാണ് സംഭവിച്ചത്. ആ ഓട്ടോക്കാരൻ ഇറങ്ങി ഭയങ്കരമായി ബഹളം വെക്കുന്നു. നായകനെ കണ്ട ഉടൻ നാട് മുഴുവൻ സംസാരിക്കുന്നത് ഇയാൾ 17 കോടി തട്ടിയെടുത്തു എന്നാണല്ലോ, താൻ വലിയ പ്രശസ്തനല്ലേ, മര്യാദക്ക് 5 ലക്ഷം രൂപ താ എന്ന് ആവശ്യപ്പെടുന്നു. എന്തിനാ 5 ലക്ഷം? വേണമെങ്കിൽ ഒരു പുതിയ ഓട്ടോ തന്നെ വാങ്ങി തരട്ടെയോ എന്ന് നായകൻ കളിയാക്കി ചോദിക്കുന്നു. തർക്കം മൂത്ത് ഇരുവരും തമ്മിൽ വഴക്കാകുന്നു. പോലീസ് എത്തി നായകനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വീണ്ടും സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുമ്പോൾ നായകൻ സങ്കടപ്പെടുന്നു. ഇവിടെ നോക്കൂ, എന്തെങ്കിലും കാണാതായാൽ അത് കണ്ടെത്തി തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനു പകരം എന്നെ ഒരു കൊള്ളക്കാരനായി ചിത്രീകരിച്ചു, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നു. ഈ സമയം ഭാര്യയെ വിളിച്ച് നിങ്ങളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഉടൻ വന്ന് ജാമ്യത്തിൽ ഇറക്കൂ എന്ന് പറയുന്നു. അവർ ദേഷ്യത്തോടെ വന്ന് നായകനെ ജാമ്യത്തിലിറക്കി വീട്ടിലെത്തിച്ച ഉടൻ ഡിവോഴ്സ് പേപ്പർ മുന്നിലേക്ക് നീട്ടുന്നു. ഒപ്പിടൂ, ഞാൻ ഒരുപാട് നാളായി കാത്തിരിക്കുകയായിരുന്നു, ഡിവോഴ്സ് വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ച്. എന്നാൽ ഇപ്പോൾ ഞാൻ തീരുമാനിച്ചു, ദയവ് ചെയ്ത് ഒപ്പിടൂ എന്ന് പറയുന്നു. നായകൻ ആലോചിക്കുന്നു. ഇരുവരും ഈ വീട്ടിൽ തന്നെയാണ് ജീവിതം ആരംഭിച്ചത്. അന്നു മുതലേ ഇവർ തമ്മിൽ ഒത്തുപോകാറില്ലായിരുന്നു. എപ്പോഴും വഴക്കായിരുന്നു. നായകനും തിരിച്ച് വഴക്കിട്ടിരുന്നു. എന്നാൽ കുട്ടികൾ ജനിച്ച ശേഷം ഭാര്യ ബഹളം വെക്കുമ്പോൾ നായകൻ നിശബ്ദനായി പോകും. കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കിടേണ്ട എന്ന് കരുതിയാണ് നായകൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ നായകൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നു. അടുത്തതായി തകർന്നൊരു ക്ഷേത്രത്തിലെ ഭണ്ഡാരം പോലീസ് ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുന്നു. ആ കോൺസ്റ്റബിളും അവിടെ പോയി നോക്കുന്നു. അന്ന് നായകനെയും കൊണ്ടുവന്നപ്പോൾ ഇതേ സ്ഥലത്താണ് വണ്ടി നിർത്തിയത്. ഇവിടെ ഒരു തകർന്ന ഭണ്ഡാരം ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ പണമുണ്ടായിരുന്നു എന്നും അത് നായകൻ തട്ടിയെടുത്തു എന്നും അയാൾ ഊഹിക്കുന്നു. ഇപ്പോൾ നായികയെ കാണിക്കുന്നു. അവർ കടയിൽ പോയി വീട്ടിൽ തിരികെ വരുമ്പോൾ ചെറിയ മകളെ കാണാനില്ല. നോക്കുമ്പോൾ അവൾ നായകൻ താമസിക്കുന്ന മുറിയിലുണ്ട്. മുറി മുഴുവൻ കെട്ടുകണക്കിന് പണവും ആഭരണങ്ങളുമാണ്. കുട്ടി കളിപ്പണം വെച്ച് കളിക്കുകയാണെന്ന് കരുതുന്നു. എടി, ഇത്രയും പണം എവിടെ നിന്ന് എടുത്തു എന്ന് ചോദിക്കുമ്പോൾ അച്ഛന്റെ കട്ടിലിനടിയിൽ നിന്ന് എന്ന് അവൾ കാണിച്ചു കൊടുക്കുന്നു. അവിടെയും കെട്ടുകണക്കിന് പണമുണ്ട്. ഇത് കണ്ട് നായികയ്ക്ക് തല കറങ്ങുന്നു. അപ്പോഴാണ് ആരോ വാതിലിൽ മുട്ടുന്നത്. ചെന്ന് നോക്കിയപ്പോൾ സെക്യൂരിറ്റിയാണ്. പത്രക്കാരൻ കാശ് കൊടുക്കണം, കൊടുത്തില്ലേ കാശ് എടുക്കൂ എന്ന് പറയുന്നു. ശരി നിൽക്കൂ എന്ന് പറഞ്ഞ് അവർ ഉള്ളിലേക്ക് പോകുമ്പോഴേക്കും ചെറിയ കുട്ടി കാശല്ലേ വേണ്ടത്, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് 500 രൂപയുടെ കെട്ട് കൊടുക്കാൻ നോക്കുന്നു. നായിക ഓടി വന്ന് തടഞ്ഞ് അത് വെറും കളിപ്പണമാണ്, ഞാൻ കുട്ടിക്ക് കളിക്കാൻ വാങ്ങി നൽകിയതാണ് എന്ന് പറഞ്ഞ് കാശ് കൊടുത്തയക്കുന്നു. അതെ അതെ, കുട്ടിക്കാരാ ഇത്രയും കാശ് കൊടുക്കുന്നത് എന്ന് സെക്യൂരിറ്റിയും ചിന്തിച്ചു പോകുമ്പോൾ ഇയാൾ സംശയത്തോടെ ആലോചിക്കുന്നു, ഇനി എങ്ങാനും അത് യഥാർത്ഥ പണമായിരുന്നെങ്കിലോ എന്ന്. നായകൻ വീട്ടിലെത്തിയ ഉടൻ ഭാര്യ ദേഷ്യപ്പെടുന്നു. എന്തൊക്കെയാ താൻ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന്. നീ പേടിക്കണ്ട, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്ന് നായകൻ പറയുമ്പോൾ എന്തെങ്കിലും ചെയ്ത് തൊലക്ക് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. നായകന്റെ കയ്യിൽ ഈ പണം എങ്ങനെ വന്നു എന്ന് ഇപ്പോൾ കാണിക്കുന്നു. ആ കള്ളന്മാരുടെ കൂടെ പോകുമ്പോൾ ഇതൊരു ബ്ലൈൻഡ് സ്പോട്ട് ആണ്, ഇവിടെ വെച്ചാൽ കണ്ടുപിടിക്കില്ല എന്ന് അവർ കോഡ് ഭാഷയിൽ പറഞ്ഞത് നായകൻ ശ്രദ്ധിച്ചിരുന്നു. പോലീസുകാരൻ നായകനെ കൂട്ടിപ്പോയപ്പോഴാണ് ആ കാര്യം ഓർമ്മ വന്നത്.
പിന്നീട് ആരും കാണാതെ ആ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ പഴയൊരു പെട്ടി ഉണ്ടായിരുന്നു, ക്ഷേത്ര ഭണ്ഡാര പെട്ടി. അത് തകർത്ത് നോക്കിയപ്പോൾ ഉള്ളിൽ ചാക്ക് കണക്കിന് പണമുണ്ടായിരുന്നു. ആ പണമാണ് നായകൻ കൊണ്ടുവന്ന് വെച്ചത്. ഇനി ഇവിടെ പണം വെച്ചാൽ പ്രശ്നമാകുമെന്ന് കരുതി അത് കാറിലാക്കി പോകാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റി ഇത് കാണുന്നു. സെക്യൂരിറ്റി വിളിച്ചു പറയുന്നു, ആ പണം മുഴുവൻ നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒരുപാട് പണം വേണ്ട, 70 ലക്ഷം രൂപ മാത്രം മതി. അത് തന്നാൽ ഞാൻ ആരോടും ഒന്നും പറയില്ല, ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നമാക്കും എന്ന് പറയുന്നു. പണം കൊണ്ടുപോകാൻ നായകന് ഭയം തോന്നുന്നു. വഴിയിൽ വെച്ച് ആരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന് ഭയന്ന് പണം തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ഈ സമയം സെക്യൂരിറ്റി എതിർവശത്തുള്ള ചായക്കടയിൽ ഇരിക്കുമ്പോൾ രണ്ടുപേർ നായകന്റെ ഫ്ലാറ്റിലേക്ക് തന്നെ നിരീക്ഷിക്കുന്നത് കാണുന്നു. ഇത് കണ്ട സെക്യൂരിറ്റി നായകന്റെ അടുത്ത് ചെന്ന് ആരോ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, സൂക്ഷിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ച നായകൻ പ്രായമായ ഒരു സെക്യൂരിറ്റി ഇത്രയും ധൈര്യം കാണിക്കുമ്പോൾ താനും എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി താഴേക്ക് വരുന്നു. ആ ആളുകൾ കാറിൽ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ കാർ സ്റ്റാർട്ടാകുന്നില്ല. അവർ ഇറങ്ങി ഓടുന്നു. നായകൻ സെക്യൂരിറ്റിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. നിങ്ങളല്ലേ എന്നെ വിളിച്ചത്? നിങ്ങൾ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾക്ക് പണം കിട്ടും. എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണം. നിങ്ങൾ എൻ്റെ മകളെ തട്ടിയെടുക്കൂ, അതായത് ചുമ്മാ കൂട്ടിക്കൊണ്ടുപോകൂ. എന്നിട്ട് ആരോ മകളെ തട്ടിയെടുത്ത് പണം ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പോലീസിനെ വിളിക്കാം. മകളെ രക്ഷിക്കാൻ സ്വത്ത് വിറ്റ് പണം നൽകി എന്ന് വരുത്തി തീർത്താൽ പോലീസിന്റെയും ജനങ്ങളുടെയും സംശയം മാറും. എന്ന് രക്ഷപ്പെടാം, എനിക്ക് രക്ഷപ്പെടാം, നിങ്ങൾക്ക് പണവും കിട്ടും എന്ന് നായകൻ പ്ലാൻ പറയുന്നു. സെക്യൂരിറ്റിയും ഭാര്യയും ഇതിന് സമ്മതിക്കുന്നു. അടുത്ത ദിവസം പ്ലാൻ അനുസരിച്ച് കുട്ടിയെ കൊണ്ടുപോകാൻ സെക്യൂരിറ്റി തയ്യാറാകുന്നു. എന്നാൽ നായിക സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ബോംബ് ഭീഷണിയെ തുടർന്ന് കുട്ടികളെ വിട്ടയച്ചു എന്ന് അറിയുന്നു. വീട്ടിലെത്തുമ്പോൾ വലിയ മകളെ കാണാനില്ല. പോലീസുമുണ്ട്. ആരോ വലിയ മകളെ കാറിൽ തട്ടിയെടുത്ത് കൊണ്ടുപോയി എന്ന് അറിയുന്നു. ചെറിയ മകളോട് പോലീസ് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടാണെന്നാണ് ഞാൻ കരുതിയത് എന്ന് അവൾ പറയുന്നു. ഇതിനിടയിൽ ആ കോൺസ്റ്റബിൾ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഇയാൾ കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നായിക തടയുന്നു. കുട്ടി ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ നായിക അവളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി സത്യം ചോദിക്കുന്നു. രാത്രി അച്ഛൻ വന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് ഒരു കളി കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഒരു അങ്കിൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകും. അവിടെ മിണ്ടാതിരുന്നാൽ നിനക്ക് കളിപ്പാട്ട കാറും PS5 വാങ്ങിത്തരാം എന്ന് പറഞ്ഞു എന്ന് കുട്ടി വെളിപ്പെടുത്തുന്നു. അതായത് ഇവർ പ്ലാൻ ചെയ്ത ആൾക്കാർ എത്തുന്നതിന് മുൻപ് തന്നെ വേറെ ആരോ കുട്ടിയെ തട്ടിയെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു. നായകനെ വിളിച്ചു ചോദിക്കുമ്പോൾ പ്ലാൻ ചെയ്തത് വേറെയാണ്, ഇവിടെ നടന്നത് വേറെയാണ്, നീ പേടിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കാം എന്ന് നായകൻ പറയുന്നു. നായിക മുറിയിൽ വന്ന് നോക്കുമ്പോൾ പണം കാണാനില്ല. ഇത് ആ കോൺസ്റ്റബിൾ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് ആ കോൺസ്റ്റബിൾ താടിക്കാരനായ തന്റെ ബന്ധുവിനെ വിളിക്കുന്നു. അവൻ മുഖേനയാണ് പോലീസുകാരൻ കുട്ടി തട്ടിയെടുപ്പിച്ചത്. നായകന്റെ കയ്യിൽ പണമുണ്ടെന്ന് മനസ്സിലാക്കി അത് തട്ടിയെടുക്കാനാണ് പോലീസുകാരൻ ഈ ചതി ചെയ്തത്. ബാങ്ക് കൊള്ളയടിച്ച ആ 3 പേരും ഈ പോലീസുകാരന്റെ ആളുകളായിരുന്നു. സെക്യൂരിറ്റി നായകനെ വിളിച്ച് കുട്ടിയെ വേറെ ആരോ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നായകൻ ഞെട്ടുന്നു. അപ്പോഴാണ് താടിക്കാരൻ നായകനെ വിളിച്ച് നിന്റെ മകൾ എന്റെ കസ്റ്റഡിയിലാണ്, അവൾ ജീവനോടെ വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് തട്ടിയ പണം മുഴുവൻ തരണം എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അരമണിക്കൂറിനകം വിളിക്കാമെന്ന് പറഞ്ഞ് നായകൻ ഫോൺ വെക്കുന്നു. പണം ഫ്ലാറ്റിലെ ഷൂറാക്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നായകൻ സെക്യൂരിറ്റിയെ വിളിച്ച് ആ പണം വേസ്റ്റ് ബിന്നിലാക്കി ആരും കാണാതെ കാറിലേക്ക് മാറ്റാൻ പറഞ്ഞ് അയക്കുന്നു. സെക്യൂരിറ്റി പണവുമായി കാറിൽ പോകുമ്പോൾ പോലീസ് വണ്ടി തടയുന്നു. പോലീസിനെ തെറ്റിക്കാൻ നായകൻ തന്റെ കാർ കൊണ്ട് പോലീസ് വാഹനത്തിൽ ഇരിക്കുന്നു. നായകൻ അറസ്റ്റിലാകുന്നു. സെക്യൂരിറ്റി പണവുമായി പോകുന്നത് താടിക്കാരന്റെ ആളുകൾ കാണുകയും അവർ ആ പണം കൈക്കലാക്കുകയും ചെയ്യുന്നു. പോലീസുകാരനായ കോൺസ്റ്റബിൾ താടിക്കാരന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ പണം കാണുന്നു. എന്നാൽ നായകൻ അറസ്റ്റിലായ വിവരം കോൺസ്റ്റബിളിന് അറിയില്ലായിരുന്നു. നായകൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരെ അടിച്ചു വീഴ്ത്തി ഫോണുമായി അവിടെ നിന്ന് ഓടുന്നു. നായിക മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എന്റെ മകളെ രക്ഷിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം, ചോദിച്ച പണം ഞാൻ തരാം എന്ന് അപേക്ഷിക്കുന്നു. നായകൻ CMമായി മാത്രമേ സംസാരിക്കൂ എന്ന് വാശി പിടിക്കുന്നു. CM എത്തുമ്പോൾ നായകൻ ഒരു ഡീൽ വെക്കുന്നു. ഞാൻ നിരപരാധിയാണെന്ന് നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയണം, എന്നാൽ ഞാൻ മകൾ എവിടെയുണ്ടെന്ന് പറയാം. നിങ്ങളാണ് കുട്ടിയെ രക്ഷിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വാർത്തയാക്കാമെന്ന്. ഭരണം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് CM ഇത് സമ്മതിക്കുകയും നായകൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നായകൻ നേരിട്ട് ആ കോൺസ്റ്റബിളിന്റെ വീട്ടിലെത്തി അവരെ അടിച്ചു വീഴ്ത്തി മകളെയും പണത്തെയും രക്ഷിക്കുന്നു. പോലീസുകാരനെയും താടിക്കാരനെയും അറസ്റ്റ് ചെയ്യുന്നു. നായകൻ വാക്കുപാലിച്ചുകൊണ്ട് പണത്തിൽ നിന്ന് 70 ലക്ഷം രൂപ ആ സെക്യൂരിറ്റിക്ക് നൽകുന്നു. പണ്ട് മകളുടെ ചികിത്സക്കായി എടുത്ത കടം വീട്ടാനാണ് സെക്യൂരിറ്റിക്ക് ഈ പണം ആവശ്യമായി വന്നത്. ഒടുവിൽ നായകനും നായികയും ഒന്നിക്കുന്നു. ബാക്കി പണം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. ഇവിടെയാണ് സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.